1 മക്ബായർ 4-ാം അധ്യായം. ലിസിയാസിന്റെ ആക്രമണം. വിദേശരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രയേലിനെ തോൽപ്പിക്കുവാനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്തുവാൻ 60,000 ധീരയോദ്ധാക്കളെയും 5,000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമേയയിലെ ബത്സൂറിൽ എത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രു സൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രയേലിന്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിന്റെ പുത്രനായ ജോനാഥന്റെയും അവന്റെ ആയുധവാഹകന്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തീരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രയേലിന്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ. തങ്ങളുടെ നാശത്തെ ഓർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരെ ഇരയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. തുടർന്ന് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി. ലിസിയാസിന്റെ സൈന്യത്തിൽ 5,000 പേർ കൊല്ലപ്പെട്ടു. തന്റെ പട്ടാളത്തിന്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുവാനുള്ള യഹൂദ സൈന്യത്തിന്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോടുകൂടി യൂദയ ആക്രമിക്കാനായി തീരുമാനിച്ചു. അവർ അന്തോക്കിയയിൽ ചെന്ന് ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ചു. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറിച്ചെന്നു. അവിടെ പരിത്യക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു. സൂചക കാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നതുവരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറെ പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. അശുദ്ധമാക്കപ്പെട്ട ദഹന ബലിപീഠം എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. വിജാതിയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ചു കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിൻ്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതുതായി ഉണ്ടാക്കി. വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വെച്ചു, തിരശ്ശീല ഇടുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 148-ാം വർഷം 9-ാം മാസമായ കിസ്ലേവിന്റെ 25-ാം ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹന ബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലി അർപ്പിച്ചു. വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിന്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാന ആലാപത്തോടും വീണ, കിന്നരം, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. 8 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു. ആഹ്ലാദപൂർവ്വം ദഹന ബലികൾ അർപ്പിച്ചു. മോചനത്തിന്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു. ദേവാലയത്തിന്റെ മുൻവശം സ്വർണ്ണ മകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരതല്ലി. വിജാതിയരുടെ പരിഹാസത്തിന് അറുതി വന്നു. ആണ്ടുതോറും കിസ്ലേവ് മാസത്തിന്റെ 25-ാം ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രയേൽ സമൂഹവും കൂടി തീരുമാനിച്ചു. വിജാതിയർ വീണ്ടും വന്ന് തകർത്ത് കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവർ അതിനെ സുരക്ഷിതമാക്കി. അവനൊരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു. ഇദുമേയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾക്ക് ഒരു ശക്തി ദുർഗമായി ബേത്സൂറിനെ കോട്ടകളാൽ ബലപ്പെടുത്തുകയും ചെയ്തു. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.